സ്വകാര്യ സർവകലാശാല ബിൽ ഈ സമ്മേളനത്തിൽ പാസ്സാക്കും വിധം ഷെഡ്യൂൾ തയ്യാറായി. മാർച്ച് 3-ന് ബിൽ അവതരിപ്പിക്കും. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിടാനാണ് തീരുമാനം. മാർച്ച് 24-ന് ബില്ല് പാസ്സാക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, അങ്ങനെ അതിൻ്റെ ഒരു നടപടികളുടെ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടി എന്താണ് ഇപ്പോഴും? ഇന്നലെ ചേർന്ന കാര്യോപദേശക സമിതിയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാണ്. പക്ഷേ സർക്കാരിന്റെ തീരുമാനം സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിട്ടാൽ മതിയെന്നാണ്. 3-ാം തീയതിയാണ് ഇനി സഭ സമ്മേളിക്കുന്നത്. 3-ാം തീയതി സഭ സമ്മേളിക്കുന്ന ദിവസം തന്നെ 2025-ലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബില്ല് അവതരിപ്പിക്കും. അതിനുശേഷം ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും. അടുത്ത 20 ദിവസം സബ്ജക്ട് കമ്മിറ്റിക്ക് പിന്നെ സമയമുണ്ട്. അതിനുശേഷം മാർച്ച് 24-നാണ് ബില്ല് സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ശേഷം നിയമസഭയിലേക്ക് വരിക. അപ്പോൾ അന്നത്തെ ദിവസം ബില്ല് പാസ്സാക്കാനാണ് തീരുമാനം. സാധാരണഗതിയിൽ അതായത് ഇക്കാര്യത്തിൽ ഈ സ്വകാര്യ സർവകലാശാല എന്ന ആശയം രൂപം കൊണ്ട് അത് ആദ്യമായി സർവകലാശാല രൂപീകരിക്കുമ്പോൾ അതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന അഭിപ്രായം സർക്കാരിനുണ്ടെങ്കിൽ മാത്രമേ അത് സെലക്ട് കമ്മിറ്റിക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് സെലക്ട് കമ്മിറ്റി ആകുമ്പോൾ കുറെ കൂടി വിശാലമായിരിക്കും. 6 മാസത്തിലധികം കുറഞ്ഞത് ഇത് പൊതു ചർച്ചയ്ക്കെല്ലാം വയ്ക്കാനുള്ള അവസരമുണ്ട്. പബ്ലിക് ഹിയറിംഗിന് അടക്കമുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ ആ തലത്തിലൊരു ചർച്ചയ്ക്ക് പോകാതെ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ തിടുക്കത്തിൽ ഇത് പാസ്സാക്കാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ടാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 3-ാം തീയതി ബില്ല് അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടുവരുമ്പോൾ ഇനി സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം ശക്തമാവുകയും സർക്കാരിന് വേണമെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യാം. എന്തായാലും ഇപ്പോഴത്തെ സമയക്രമ പ്രകാരം 24-ാം തീയതി സബ്ജക്ട് കമ്മിറ്റി മാത്രം പരിഗണിച്ചു. അതായത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ മാത്രമുള്ളതാണ് സബ്ജക്ട് കമ്മിറ്റി. അതിൽ ഭരണപക്ഷത്തിനാണ് ഭൂരിപക്ഷം കൂടുതലും. ആ പരിഗണന മാത്രം പരിഗണിച്ചുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ഒരു ചർച്ചകൾക്ക് ശേഷം 24-ന് ബില്ല് പാസ്സാക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ആദ്യം പ്രതിപക്ഷം ഇങ്ങനെ ഒരു ആവശ്യമായി നേരത്തെ മുന്നോട്ട് വന്നാണ്. അന്നത്തെ പല നിബന്ധനകളുമല്ല ഇപ്പോൾ കൂടുതൽ അയഞ്ഞു പോയിരിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യവും സർവകലാശാലകൾക്ക് ലഭിക്കുന്ന നേരത്തിലാണ് എന്ന വിമർശനമൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. എങ്ങനെയാണ് ഇനി പ്രതിപക്ഷം തങ്ങളുടെ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായമോ രേഖപ്പെടുത്തുക സർക്കാർ ഇങ്ങനെ വേഗത്തിൽ ഇത് അവതരിപ്പിക്കാൻ പോകുമ്പോൾ? സ്വകാര്യ സർവകലാശാല എന്ന ആശയം തന്നെ കേരളത്തിൽ പുതിയതാണ്. അപ്പോൾ അത് നടപ്പാക്കുമ്പോൾ ഒട്ടനവധി സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട വിഷയം, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, ഫീസ് ഘടന, ഫീസിൽ മേൽ സർക്കാരിനുള്ള അവകാശം, സംവരണം, ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇത് മറ്റ് സർവകലാശാലകളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും, ഇത്തരം ആശങ്കകൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള സംഘടനകൾക്കെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സർക്കാരിന് വേണമെന്ന് വെച്ചാൽ ഇത് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് വിടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഭാ സമ്മേളന കാലത്ത് നടക്കില്ല. അപ്പോൾ സർക്കാരിന് ഈ സഭാ സമ്മേളന കാലത്ത് തന്നെ സ്വകാര്യ സർവകലാശാല നിയമം പാസ്സാക്കണം, ബില്ല് പാസ്സാക്കണമെന്ന പിടിവാശിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിട്ടാൽ മതിയെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന കാര്യോപദേശ സമിതി യോഗത്തിൽ തീരുമാനമെടുത്തത്. പ്രതിപക്ഷത്തിന് ഈ സഭാ സമ്മേളന കാലത്ത് ഈ ബില്ല് പാസ്സാക്കരുത് എന്ന വാശിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ നിലപാട്